ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ PSCയുടെ LSG എക്സാമിങ് അടുത്തു. പാലക്കാട്, വയനാട്, കാസർഗോഡ്, കൊല്ലം ജില്ലകളിലൊക്കെ എക്സാം കഴിഞ്ഞു. ആ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അതിൻ്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷനാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ട്രിവാൻഡ്രം ജില്ലയിലും ഇനി വരണം ബാക്കി ജില്ലകളിലും എല്ലാം നടക്കുന്ന പരീക്ഷ. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാനും നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ്, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസോൾ. ഇതിൽ നമ്മൾക്ക് ശരി അല്ലാത്ത ജോഡി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദാണ് ശരി അല്ലാത്ത ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇതില് നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 1, 3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇതില് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ശരി എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. എവറസ്റ്റ് പോലുള്ള വൻപൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. നാഗഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ തേർഡ് പോയിന്റ് ആണ് നമ്മൾക്ക് ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. എവറസ്റ്റ് പോലുള്ള വൻപൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ് എന്നുള്ളതാണ് തെറ്റ്. ഞാൻ ഇതുപോലെ ഈ LSG എക്സാമിന് വേണ്ടി തന്നെ കുറച്ച് സീരീസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. CS1, S2, S3 S4 എന്നെല്ലാം പറഞ്ഞു. നിങ്ങൾ ഇത് കാണുന്നതിനൊപ്പം തന്നെ അത് പോയി കാണണം. അതിൽ നിന്നുള്ളത് നിങ്ങൾ നല്ല നീറ്റായി പഠിക്കണം. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കും. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ PSC എക്സാമിന് വേണ്ടി തന്നെ ഞാൻ എപ്പിസോഡ് 1, 2, 3 എന്ന് പറഞ്ഞ് വേറെയും കുറച്ച് സീരീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നല്ല റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ഹരിയാന, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഇതിൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ഹരിയാനയാണ് ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ 1. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. സെക്കൻഡ് പോയിന്റ് 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുമുണ്ട്. 3. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. 4. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത്. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഫസ്റ്റ് പോയിന്റ്, ഓപ്ഷൻ ബി സെക്കൻഡ് പോയിന്റ്, ഓപ്ഷൻ സി തേർഡ് പോയിന്റ്, ഓപ്ഷൻ ഡി 4th പോയിന്റ്. ഇതിൽ നമ്മൾക്ക് ഓപ്ഷൻ ഡി 4th പോയിന്റ് ആണ് തെറ്റായ പ്രസ്താവന. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വരയാടിനെ നീലഗിരി താർ സംരക്ഷിക്കാൻ
പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഇതിൽ ഓപ്ഷൻ എ തമിഴ്നാടാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ തമിഴ്നാട്, നീലഗിരി താർ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? ഓപ്ഷൻ എ സ്കൂൾ വാഹൻ, ഓപ്ഷൻ ബി എജ്യുവാഹൻ, ഓപ്ഷൻ സി വിദ്യാവാഹൻ, ഓപ്ഷൻ ഡി പരിവാഹൻ. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വിദ്യാവാഹൻ ആണ്. വിദ്യാവാഹൻ. ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് PSCയുടെ LSG പരീക്ഷയ്ക്ക് വേണ്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ്. LSG പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ആദിവാസികൾക്ക് അടിസ്ഥാന രേഖകൾ നൽകുന്ന ആദ്യ ജില്ല. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ഇ ഇടുക്കി, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി പത്തനംതിട്ട. നമ്മളുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വയനാട്. ആദിവാസികൾ കൂടുതലുള്ളത് ആ ജില്ലയിലാണ്. അവിടെയാണ് അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? 4 ഓപ്ഷൻസ് ഉണ്ട്. 1949 ജൂൺ 1, 1949 ജൂലൈ 1, 1948 ജൂൺ 1, 1948 ജൂലൈ 1. ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എ കഥകളി, ബി കൂടിയാട്ടം, സി ഓട്ടൻതുള്ളൽ, ഡി മുടിയേറ്റ്. ഈ 4 ഓപ്ഷനിൽ മുടിയേറ്റ്, ഓപ്ഷൻ ഡി മുടിയേറ്റാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം. നമ്മൾക്കറിയാലോ, വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് മലിനമാക്കപ്പെട്ട വെള്ളമാണെങ്കിൽ നമുക്ക് കുടിച്ചാൽ എന്തായാലും അസുഖം വരും. ആ ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ അനീമിയ, ഓപ്ഷൻ ബി മലേറിയ, ഓപ്ഷൻ സി ഗൊണേറിയ, ഓപ്ഷൻ ഡി ഡയറിയ. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഡയറിയയാണ്. ഡയറിയയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അതിൽ പോയിന്റ് 1 എന്ന് പറയുന്നത് എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. 2ാമത്തെ പോയിന്റ് എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു. പോയിന്റ് 3 കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ഇത് നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി എ പ്രസ്താവന 1, 4 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ബി പ്രസ്താവന 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ സി പ്രസ്താവന 4 ശരിയാണ്. ഓപ്ഷൻ ഡി പ്രസ്താവന 3 ശരിയാണ്. ഇതിൽ നമ്മൾക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പ്രസ്താവന 4 ശരിയാണ്. പ്രസ്താവന 4 എന്ന് പറയുമ്പോൾ ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. അതാണ് കറക്റ്റ് ആൻസർ. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സാൽമണല്ല ബാക്ടീരിയ, ഓപ്ഷൻ ബി സൂപ്പർ ബഗ്, ഓപ്ഷൻ സി ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ, ഓപ്ഷൻ ഡി ഈ കോളി ബാക്ടീരിയ. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഈ കോളി ബാക്ടീരിയ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏത്? കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏത്? ഓപ്ഷൻ എ ടെസ്ല, ഓപ്ഷൻ ബി സ്പേസ് എക്സ്, ഓപ്ഷൻ സി ഇൻസ്റ്റേസ്, ഓപ്ഷൻ ഡി ന്യൂറോലിക് കോർപ്പറേഷൻ. ഇതിൽ ഓപ്ഷൻ ഡി ന്യൂറോലിക് കോർപ്പറേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ന്യൂറോലിക് കോർപ്പറേഷൻ. നമ്മൾക്കിനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ ബി ഇലക്ട്രോൺ, ഓപ്ഷൻ സി ന്യൂട്രോൺ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിലെ ഓപ്ഷൻ ബി ഇലക്ട്രോൺ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ഓപ്ഷൻ എ BCG വാക്സിൻ, ഓപ്ഷൻ ബി ഓറൽ പോളിയോ വാക്സിൻ, ഓപ്ഷൻ സി വേരിസെല്ല വാക്സിൻ, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വേരിസെല്ല വാക്സിൻ. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ അതാണ് വേരിസെല്ല വാക്സിൻ. അടുത്ത 17th ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏത്? ആന്റിബയോട്ടിക് അധികം ഉപയോഗിച്ചുകൂടാന്ന് നമ്മൾക്കറിയാം. അതിന്റെ അമിത വിനിയോഗം തടയാൻ വേണ്ടി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതെന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓപ്പറേഷൻ തേന, ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത, ഓപ്ഷൻ സി ഓപ്പറേഷൻ ഹരിതം, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ പരിഷ്കാരം. ഇതിൽ ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃതയാണ് കറക്റ്റ് ആൻസർ. ഓപ്പറേഷൻ അമൃത. നമ്മൾക്കിനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏത്? ജീവിതശൈലി രോഗമാണ് 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം. ഓപ്ഷൻ എ ഹൃദ്രോഗം, ഓപ്ഷൻ ബി പ്രമേഹം, ഓപ്ഷൻ സി ആസ്മ, ഓപ്ഷൻ ഡി സ്ട്രോക്ക്. ഇതിൽ ഓപ്ഷൻ എ ഹൃദ്രോഗമാണ് ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. നവകേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? കേരള സംസ്ഥാനത്തിൻ്റെതാണ്. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടേതാണ്. ഓപ്ഷൻ എ സ്നേഹസാന്ത്വനം, ഓപ്ഷൻ ബി സ്നേഹസ്പർശം, ഓപ്ഷൻ സി ശ്രുതിതരംഗം, ഓപ്ഷൻ ഡി സമാശ്വാസം. ഇതിൽ ഓപ്ഷൻ സി ശ്രുതിതരംഗമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ശ്രുതിതരംഗം. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഓപ്ഷൻ എ 1076, ഓപ്ഷൻ ബി 1058, ഓപ്ഷൻ സി 1066, ഓപ്ഷൻ ഡി 1056. ഇതിൽ കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1056 ആണ്. ഞാൻ ഇത് നേരത്തെ എടുത്ത സീരീസിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇതെടുക്കുന്നത്. ഒരു സീരീസിൽ ഇതിൽ ഞാൻ 20 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഇതിന്റെ ഒപ്പം അടുത്ത ഓരോ സീരീസ് ആയിട്ട് ഇടുന്നുണ്ട്. ഓരോ സീരീസും 20 ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് ഇടുന്നതായിരിക്കും. എൻ്റെ ഈ സീരീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ എപ്പിസോഡുകളും എല്ലാ സീരീസും നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ഈ LSCയുടെ മാത്രമല്ല PSCയുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ എല്ലാം ഞാൻ ഇടുന്നുണ്ട്. കുറേ ഞാൻ ഇട്ടിട്ടുമുണ്ട്. എല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERTയുടെ 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സും ഞാൻ എടുത്ത് എൻ്റെ വീഡിയോയിൽ ഇടുന്നുണ്ട്. കുറച്ച് ഞാൻ ഇട്ടിട്ടുമുണ്ട്. അതും ഈ 10th ലെവൽ എക്സാമിനും PSC എക്സാമിനും ഒക്കെ അതിൽ നിന്നും നിറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഇതിലും ചോദിച്ചിട്ടുണ്ട്.
അതും നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.